ഹലോ ഹായ് നമസ്കാരം. സ്റ്റാർ എന്ന് പറയുന്ന തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ആ സിനിമയെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ ഒരു അഭിപ്രായമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്രേ പറയാനുള്ളൂ. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ തുടങ്ങി അർദ്ധരാത്രി മാത്രം തീർന്നുപോയ ഒരുപാട് ക്ലീഷേസ് ഉള്ള വളരെ വലിയ ഒരു സിനിമ അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച് സ്റ്റാർ. 150 മിനിറ്റ് പ്ലസ് അത്രേ ഉള്ളൂ. 160 മിനിറ്റിലേക്ക് പോയിട്ടില്ല. 150 മിനിറ്റ് പിന്നെ കുറച്ച് ചില്ലറയുമാണ് സിനിമയുടെ ദൈർഘ്യമുള്ളത്. സിനിമയുടെ ബാക്കി ഭാഗം പരിഗണിച്ച് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ സീനുകൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ലെങ്ത് കൂടുതൽ ഫീൽ ചെയ്ത ലാഗ് അനുഭവപ്പെട്ട സിനിമയാണ് സ്റ്റാർ. സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ക്ലൈമാക്സ് ഊഹിക്കുക എന്ന് പറയുന്നത് പോലെ, വലിയൊരു സ്റ്റാർ ആകണം എന്ന് ആഗ്രഹിച്ച അച്ഛൻ, അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. കുടുംബ പരാധീനതകളും മറ്റ് പല കാരണങ്ങളും കൊണ്ട് ഒരു ജോലി ചെയ്ത് കുടുംബം പുലർത്തേണ്ടി വരുന്നു. സ്വാഭാവികമായും നമ്മുടെ സിനിമകളിലെ ഒരു തിയറി ഓഫ് ക്ലീഷേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മകനിലേക്ക് ആ സ്വപ്നം ഇഞ്ചെക്ട് ചെയ്യുന്നു, അയാൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. പിന്നെ കുറച്ച് അച്ഛൻ മകൻ പാസം അങ്ങനത്തെ കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ടാവണമല്ലോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ഇത് മക്കളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഞാൻ സ്പോയിലർ പറയുന്നൊന്നുമല്ല, ടിപ്പിക്കൽ ക്ലീഷേ പാറ്റേൺ പറയുകയാണ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ അത് ഇഞ്ചെക്ട് ചെയ്യുന്നു. അതിനുശേഷം കോളേജിലെത്തുന്നു. കോളേജിലെത്തുമ്പോൾ അവിടെയും കുറേ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രേമം, കോളേജല്ലേ, സ്വാഭാവികമായിട്ട് ഉണ്ടാവണമല്ലോ. പിന്നെ പ്രേമമായി, അതിൻ്റെ പുറത്ത് കുറച്ച് മോട്ടിവേഷൻ കയറലായി, പിന്നെ കുറച്ച് ഫെമിനിസം ഉപദേശിക്കലായി, ഇങ്ങനെ കുറേ വളരെ ഇഞ്ചെക്ട് ചെയ്ത് കുത്തി നിറച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്ത കുറേ രംഗങ്ങളുമായിട്ട് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എവിടേക്കോ ഒരു ചെറിയ ചിരി വരുന്നു എന്ന് വെച്ചാൽ ഒരു വലിയ ഗ്യാപ്പിനിടയിൽ എപ്പോഴൊക്കെയോ ഒരു ചിരി വരുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെയും സിനിമ എന്ന് പറയുന്ന മോഹമായിട്ട് മകൻ ഇങ്ങനെ നടക്കുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഇടയ്ക്ക് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിൽ മകൻ തളർന്നു പോവുകയാണ്. സുഹൃത്തുക്കളെ, സത്യം പറയല്ലോ, സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകന് ഈ പറയുന്ന ഡെസ്പായിട്ടുള്ള ഫീല് വരാൻ തുടങ്ങി. ഇത് തീരണല്ലോ എന്ന് തോന്നിപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ ഇൻ്റർവെല്ലായി ഇപ്പോൾ എണീക്കാൻ പറ്റുമായിരിക്കും, ഇൻ്റർവെല്ലായി ഇപ്പോൾ എണീക്കാൻ പറ്റുമായിരിക്കും എന്ന് പല ഘട്ടങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവെൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർവെൽ കഴിഞ്ഞ് തുടങ്ങിയതിന് ശേഷം ക്ലൈമാക്സിലേക്ക് സംഭവം നമുക്ക് മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളിലെ സീക്വൻസുകളൊക്കെ ആവർത്തിച്ച് വരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ട്വിസ്റ്റിൻ്റെ അത്രയും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സീൻ ഈ എൻ്റെ സിനിമയിൽ വേറെ ഇല്ല. കാരണം സിനിമ തുടങ്ങുമ്പോഴേ പല ഡയലോഗുകളും പല കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ക്ലൈമാക്സിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണെന്നുള്ളത്. അത് അതുപോലെ തന്നെ എടുത്ത് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് സമ്മതിച്ച് കൊടുക്കണം. അതൊരു സിംഗിൾ ഷോട്ട് എന്നാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ എഫേർട്ടൊക്കെ അംഗീകരിച്ച് കൊടുക്കാം. പക്ഷേ പെർഫോമൻസ് വൈസും അവിടെ മ്യൂസിക് ഇട്ട് നിറച്ചത് കൊണ്ടും പിന്നെ ആ ട്വിസ്റ്റ് ഒട്ടും വർക്കാവാത്തത് കൊണ്ടും സിനിമ തീർന്നപ്പോഴേക്കും എനിക്ക് നിരാശയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സിനിമ മുഴുവൻ ഇതുപോലെ ബോറടിച്ചിരുന്ന് കണ്ടതുകൊണ്ട് അതിലെ ഓരോ ഘടകങ്ങളെക്കുറിച്ചും പ്രത്യേകം എടുത്തു പറയാനൊന്നും തോന്നുന്നില്ല. സംഗീതം വലിയ കുഴപ്പമില്ലായിരുന്നു. വിഷ്വൽസും രസമായിട്ടൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് കോസ്റ്റ്യൂംസ് അവർ ചെയ്തിരിക്കുന്നതാണ്. അത് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ കോസ്റ്റ്യൂം മാത്രം കണ്ട് നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഇവരുടെ പെർഫോമൻസിലുള്ള ഇമോഷൻസോ അല്ലെങ്കിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ഇമോഷൻസോ ഒന്നും വർക്കായിട്ടില്ലെങ്കിലും ഇത് വർക്കാക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടന്ന് കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. ആ എഫേർട്ടിന് ഒരു അപ്രിസിയേഷൻ കൊടുക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് മൊത്തം സിനിമ എന്നെ സംബന്ധിച്ച് നിരാശയായിരുന്നു. പക്ഷേ ഇതിൻ്റെ OTT ഒക്കെ വന്നു കഴിയുമ്പോണ്ടല്ലോ ഉറപ്പായിട്ടും റീൽസ് ഒരുപാട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ഓരോ സീക്വൻസ് എടുത്തു വെച്ച് ഒരു റീൽ അടിക്കുകയാണെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കൊടുത്തൊരു സെൻറ്റി സാധനമാക്കി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്റ്റൊക്കെ ആക്കിയിട്ട് അങ്ങനെ കുറേ റീലാക്കി വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് സിനിമാ മോഹികൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ റീലാക്കി എൻജോയ് ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ശോകമായിട്ടാണ് തോന്നിയത്. ആൻഡ് ഇതിൻ്റെ കൂടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മലയാള സിനിമ ഞാൻ പോയി കണ്ടു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. ഒരു ഫ്രെയിം പോലും, ഒരു സിംഗിൾ ഫ്രെയിം പോലും എനിക്ക് ബെറ്റർ എന്ന് പറയാൻ തോന്നിയിട്ടില്ല. ഷോർട്ട് ഫിലിം ചെയ്യുന്ന പിള്ളേർ എത്രയോ ഗംഭീരമായിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ആ സിനിമയുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേറൊരു സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് റിവ്യൂ ഇടുന്നില്ല എന്ന് ചോദിച്ച് കമൻസും വരുന്നുണ്ട്. അതും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റേതൊരു പ്രേക്ഷകനെയും പോലെ ഒരു ട്രെയിലറൊക്കെ കാണുമ്പോൾ ഏകദേശം സിനിമയുടെ അവസ്ഥയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സിനിമയ്ക്ക് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞാനൊരു റിവ്യൂ ഇട്ടതാണ്. പിന്നീട് കുറേ നാൾ ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നത്. അതുകൊണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത, സ്വന്തം പ്രൊഡക്റ്റിൽ ക്വാളിറ്റിയെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത, ട്രെയിലർ കാണുമ്പോഴേ ആ പരിസരത്തേക്ക് പോകണ്ട എന്ന് തോന്നുന്ന സിനിമകൾ ഞാനിനി കാണാനും ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. അത് കുറേ നാൾ കഴിഞ്ഞ് ആ സിനിമ ചെയ്തവർക്ക് തന്നെ ഇതൊരു അബദ്ധമായിപ്പോയി എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യാനുള്ള സിനിമകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റാർ എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ച് നിരാശയായിരുന്നു. പക്ഷേ നിങ്ങൾക്കത് ഒരു ഗംഭീര അനുഭവമായി ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.